ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വിശേഷങ്ങൾക്കും സദ്യയ്ക്കും ഒഴിച്ചുകൂടാനാവാത്ത സേമിയ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. സേമിയ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായി 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത അതേ നെയ്യിൽ തന്നെ നമുക്ക് സേമിയ കൂടെ വറുത്തെടുക്കാം. 1 കപ്പ് സേമിയമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. റോസ്റ്റഡ് സേമിയം ആണ് എടുക്കുന്നതെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. സേമിയം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. സേമിയം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ പാൽപ്പാട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പാലിൽ കിടന്ന് സേമിയം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. കൈ എടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് പാല് നന്നായിട്ട് കുറുകി സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വളരെ സ്വാദിഷ്ടമായ സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷവും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുകളിൽ പാട കെട്ടാതിരിക്കുന്നതിന് സഹായിക്കും. തുടർച്ചയായി കുറച്ചു നേരം കൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഇനി ഏറെ സമയം താമസിച്ചാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ കുറച്ച് ചൂട് പാലൊഴിച്ച് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇതേ അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം 6 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.